ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് ഡൗട്ട്സുകൾക്ക് മറുപടി കൊടുത്ത് റിപ്ലൈ കൊടുത്ത് ഒഴിവിനനുസരിച്ചാണ് റിപ്ലൈ കൊടുക്കാറുള്ളത്. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത്രയും വീഡിയോസ് ഡെയിലി ബേസിസിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. സോ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാത്തിനെ കുറിച്ചുള്ള ഡൗട്ട്സുകൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് പിന്നെ അവരുടെ സൗകര്യം എനിക്ക് പറയാമല്ലോ ഈസി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടു നോക്കൂ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും വീഡിയോ കണ്ടു നോക്കൂ എന്നുള്ള പറയുന്നത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സമയപരിധി കാരണമായിരിക്കും. ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോട്ടിൻ പൗഡർ കുടിച്ചാൽ വെളുക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫസ്റ്റത്തെ ഒരു എൻക്വയറി അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബയോട്ടിൻ പൗഡർ എന്താണ് ബയോട്ടിൻ, എന്തിനാണ് ബയോട്ടിൻ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. സോ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഈ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഫസ്റ്റ് ഞാൻ പറയാണ്. ബയോട്ടിൻ ശരീരത്തിൽ കുറവുള്ള ആളുകൾക്ക് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ലമായിട്ട് ക്ഷീണം വരിക, ഒരുപാടായിട്ട്, അതായത് പരിധിയിലധികമുള്ള മുടി കൊഴിച്ചിൽ വരിക. ബയോട്ടിൻ ഡെഫിഷ്യൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ പറ്റ മുടി നമുക്ക് പോകും, അത്രയും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. നഖം പൊട്ടി പോവുക, അതുപോലെ തന്നെ ക്ഷീണം, പിന്നെ എല്ലാത്തിനോടും ഒരു മടി, ഇങ്ങനെയുള്ള പിന്നെ അവിടെയും ഇവിടെയൊക്കെ നമുക്കൊരു ചുവപ്പ്, ഇവിടെയൊക്കെ നമുക്കൊരു റെഡ്നെസ് കാണാം, എക്സ്ട്രീമായിട്ട് തൊലി ഡ്രൈ ആവുക. ഇതൊക്കെ നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ അപ്പോൾ എനിക്ക് ഡ്രൈ സ്കിൻ ആണല്ലോ, അപ്പോൾ എനിക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടോ? ഇപ്പം നമുക്ക് ജനറലി ഒരു സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബയോട്ടിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. പിന്നെ ഈ ബയോട്ടിൻ പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കെമിക്കൽ പൊടിച്ചിട്ട് തരുന്നതാണോ? അല്ല. നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ദുനിയാവിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയില്ല, ക്യാൻസർ പേഷ്യൻസിന് ചക്ക കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ നോമ്പെടുക്കുന്നത് നമുക്ക് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. നോമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അത്ര നേരം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മളുടെ ആമാശയത്തിലുള്ള ചുറ്റുമുള്ള കേടായിട്ടുള്ള മസിൽസുകൾ ഇതൊക്കെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് ശരീരം തന്നെ. അപ്പം നമുക്ക് ക്യാൻസർ പോസിബിലിറ്റീസ് കുറയാണ്. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ബയോട്ടിൻ. നമ്മൾ പറയും വിറ്റാമിൻ D3 കുറവുണ്ടെങ്കിൽ വെയിൽ കൊള്ളണം എന്ന് പറയും. വെയിൽ കൊണ്ടാൽ എങ്ങനെ വിറ്റാമിൻ D3 കിട്ടുക എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഈ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് വരുന്നത് നട്ട്സിൽ, രാഗി, സിറിയൽസ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ സീഡ്സ്, ഇതിലൊക്കെയാണ് നമുക്ക് ബയോട്ടിൻ ഒരുപാട് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരാളോട് ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങളിത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് മെനക്കെട്ടിരുന്ന് പൊടിച്ചിരുന്ന് കഴിക്കൽ നമ്മൾ കുറവാണ് അല്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യില്ല. പിന്നെ അതിനായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും, അല്ലാത്തവരുടെ കേസാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ പൊടിച്ചിട്ട് ഇതെല്ലാം നമ്മൾ പാകപരുവത്തിൽ നമ്മൾ വെയിലിൻ്റെ പ്രസൻസോട് കൂടി ഓരോ വിത്തിനും, ഓരോ സീഡ്സിനും, ഓരോ നട്ട്സിനും, ഓരോ സിറിയൽസിനും അതിൻ്റേതായ പരുവത്തിനുള്ള വെയിൽ. ഒരുപാട് ഉണങ്ങിപ്പോയാൽ ചിലപ്പോൾ സത്തുകൾ നഷ്ടപ്പെട്ടേക്കാം. ചെയ്തിട്ട് ഉണക്കി പൊടിച്ചെടുത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെഫിഷ്യൻസി മാറുകയാണ് ചെയ്യണത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നവരുണ്ട് ഒരു ബോട്ടിൽ കഴിച്ചാൽ റെഡി ആവോ എന്നുള്ളത്. മൊത്തത്തിൽ ബയോട്ടിൻ ഇൻടേക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ നല്ല പോലെ നമ്മൾ ഇരുന്ന് കഴിക്കും. ഈ ഹോർലിക്സിലും ബൂസ്റ്റും, ഈ ഹോർലിക്സൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് എടുത്ത് അതിൽ എഴുതിയിട്ടുണ്ടാവും പ്രഗ്നൻസി ലേഡീസിനും വയറ്റിലുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഉള്ളവരും ഇത് കുടിക്കരുതെന്ന്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ആർക്കാണ്? അപ്പോൾ അതൊക്കെ കുടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്ലീസ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇനി നിങ്ങൾക്ക് മാർവാസിൻ്റെ ബയോട്ടിൻ ഹെൽത്ത് മിക്സ് നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിക്കോളൂ. ഒരുപാട് ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് നിങ്ങൾ തന്നെ കഴിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ യെസ്, എൻ്റേതായ ഇപ്പം ഞാൻ ബയോട്ടിൻ ഹെൽത്ത് മിക്സ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സീഡ്സും ഈ 4 ടൈപ്പ് വിത്തുകളും, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, വൈറ്റ് സീസമേ സീഡ്, ഇത് 4ഉം, ജസ്റ്റ് ആൾമണ്ട്, ബദം,
നട്ട്സ് ഇതൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് പൊടിച്ചിട്ട് കുടിക്കും. പക്ഷെ അതിൽ ഓരോന്ന് ഞാൻ പിന്നെ ഓരോന്ന് ആഡ് ചെയ്യും തോറും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ഒരിത് എൻ്റെ ബയോട്ടിൻ ഇതിൽ മിക്സ് അധികം ഉണ്ടാകും. പിന്നൊരു കാര്യം, TB വന്നിട്ട് എനിക്ക് എൻ്റെ മുടി നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 പോലെ ആയൊരു കേസ് ഉണ്ടായിരുന്നു. ആ മുടിയിൽ നിന്ന് ഞാൻ ഇതുപോലെയുള്ള മിക്സ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള മുടി വന്നത്. എനിക്ക് മുടി കാണിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം അതിനുശേഷം പിന്നീട് എനിക്കൊരു സിവിയർ ഹെയർ ലോസ് വന്നത് മോന് പ്രസവിച്ച് കഴിഞ്ഞ് അവൻ 6 മാസമുള്ള സമയത്താണ്. നമുക്ക് ഈ ഫീഡിങ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഹെയർ ഫാൾ വരുമല്ലോ, ആ ടൈമിൽ ഞാൻ ഇതുപോലെ ഇത് ഫോളോ ചെയ്ത് ഇപ്പോൾ എനിക്ക് ഹെയർ ഫാൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഞാൻ ഇതിന് ഒരു 1 ഇയർ ഞാൻ അല്ലെങ്കിൽ ഒരു 6 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പഴയ പോലെ മുടി കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ബയോട്ടിൻ ടാബ്ലറ്റ്സ് വെറുതെ ഓൺലൈനിൽ എടുത്ത് നോക്കൂ. അതിൽ തന്നെ ഉണ്ടാവും 3 to 6 മന്ത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരും, നല്ല രീതിയിൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി റെഡിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് പറയാനുള്ള PCOD PCOS തൈറോയ്ഡൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്, ഇതൊക്കെ കാരണം വരുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന അവസ്ഥകൾ വരുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ PCOD PCOS തൈറോയ്ഡ് ഇതൊന്നും ഒരു അസുഖമല്ല, അതൊരു സിറ്റുവേഷനാണ്, ഒരു അവസ്ഥയാണ്, നമ്മളുടെ ലൈഫ് സൈക്കിൾ കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സീഡ് നിങ്ങൾ 1 to 2 മന്ത് കണ്ടിന്യൂ സീഡല്ല ബയോട്ടിൻ ഹെൽത്ത് മിക്സ് നിങ്ങൾ കഴിച്ചാൽ 1 മാസം മുതൽ 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ ആവാൻ തുടങ്ങും. പീരീഡ്സ് റെഗുലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് PCOD PCOS എന്ന് പറയുന്നത് മാറുന്ന ഒരു കാര്യമല്ല. ഉള്ളതുപോലെ പറയാണ് കേട്ടോ, പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സിസ്റ്റ് ഉള്ളവർക്കും ഇത് പോസിബിൾ ആണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ബയോട്ടിൻ ഹെൽത്ത് മിക്സ് കഴിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പൊതുവെ നമുക്ക് ഫുഡ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് എല്ലാ ദിവസവും മുട്ട കഴിക്കുക, എല്ലാ ദിവസവും പാല് കുടിക്കുക, എല്ലാ ദിവസവും നല്ല ധാന്യങ്ങൾ കഴിക്കുക, എല്ലാ ദിവസവും നല്ല സ്വീറ്റ്സ്, എല്ലാ ദിവസവും നട്ട്സ്, ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നമ്മൾ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഞാൻ ബയോട്ടിൻ പൗഡർ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക നിങ്ങളുടെ മക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക 30+ ആയിട്ടുള്ള 30 വയസ്സിന് മുകളിലുള്ള ഏത് വീട്ടമ്മമാരായാലും വിശ്വസിച്ച് വാങ്ങി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് 1 മാസം 2 മാസം അത് കഴിക്കുമ്പം കിട്ടുന്ന ശരീരത്തിന് കിട്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. ഇതിലൊരിക്കലും ഒരു കെമിക്കൽസും ഒന്നും തന്നെ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നില്ല. ഈ ബയോട്ടിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്ത് മിക്സ് നിങ്ങൾക്ക് കഴിച്ചിട്ട് മാറ്റങ്ങൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന്, ചിലർക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് 30 വയസ്സ് 32 വയസ്സായിട്ടുണ്ടോ സ്കിന്നിന് നല്ല ചുളിവുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിലോട്ട് പോകാത്തത് കൊണ്ടാണ്. കാരണം എന്താ, ഇപ്പോഴത്തെ വീട്ടമ്മമാർ മക്കൾക്ക് വേഗം മാറ്റി വെക്കും, അവർ കഴിക്കാത്തൊരു സിനാരിയോ ആണ്. ഇതൊന്നും നിങ്ങൾക്ക് ബയോട്ടിൻ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു അടുക്കളയിലെ ജോലി മാത്രം ചെയ്തിട്ടുണ്ടാവുള്ളൂ, അത് ചെയ്തപ്പോഴത്തിന് ക്ഷീണം അങ്ങ് കിടന്നു പോവാണ്. കാരണം എന്താണ്, ഒരുപാട് ഡെഫിഷ്യൻസീസ്, ബയോട്ടിൻ മാത്രമല്ല ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻടേക്കിലൂടെ റെഡിയായി കിട്ടും. അപ്പോൾ ചോദിക്കും ഇത് മാത്രം മതിയോ എന്നുള്ളത്. ഒന്ന് മാത്രമായിട്ട് ഇപ്പം നമ്മൾ മതപരമായിട്ട് നോക്കണം, നിസ്കാരം മാത്രം മതിയോ നമുക്ക്, പോരാ എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പകുതി മുക്കാലും എന്തിന് ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ലുൽസു എന്നാണ് കേട്ടോ എന്നെ വീട്ടിൽ വിളിക്കുക. എന്താണ് ലുൽസു? പേഴ്സണലി എനിക്കറിയുന്നവർ കൊടുത്തിട്ട് അവർ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ഊർജ്ജമാണ് ശരീരത്തിന്, നല്ലൊരു ഉഷാറുണ്ട്, ക്ഷീണമില്ല, അങ്ങനെ ഇങ്ങനെ. ചിലരൊക്കെ ഒരുപാട് പേര് എനിക്ക് മുടി വരെ കാണിച്ചു തന്നിട്ടുണ്ട്, അത്രയും ഹെയർ ഗ്രോത്ത് ഡിഫറൻസ് ഒക്കെ കാണുന്നുണ്ട്. സോ വാങ്ങിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു ഡേറ്റും പരിമിതിയും ഒന്നും കൊടുക്കുന്നില്ല. കാരണം അത്രയും എൻ്റെ ഉമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, ഏതായാലും ഇത്ര ഓർഡർ വന്നു, ഇനി തരുന്നവരങ്ങ് തന്നോട്ടെ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യണം. 31 വരെ ഓർഡർ എടുക്കുന്നവർക്ക് നെക്സ്റ്റ് മന്ത് ഡിസ്പാച്ച് ചെയ്യും. മാക്സിമം ഒരു 15 അതായത് 2nd 3rd വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. പിന്നെ നെക്സ്റ്റ് മന്ത് എടുക്കുന്നവർക്ക് അതിൻ്റെ നെക്സ്റ്റ് മന്ത്. നമ്മൾ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് പറ്റില്ല. ഒന്ന് നാട്ടിൽ ചൂടാണ്, 2 ചൂട് തട്ടിയിട്ട് ചിലപ്പോൾ ഇത് കേട് വന്നു പോകും.
അപ്പോൾ ചോദിക്കും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേടുവരെ എത്തുക. വൺസ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസം 1.25 മാസമാണ് നിങ്ങൾ ഉപയോഗിച്ച് തീർക്കേണ്ടത്. കാരണം കെമിക്കൽസും പൗഡറുകളും നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് നാച്ചുറലി ഉള്ളൊരു സാധനം ആയതുകൊണ്ട് നമുക്കിത് കേടുവരാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക, സെയിൽ ചെയ്യുക, അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുവിധം കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ല വരുന്ന ബുധനാഴ്ച നൈറ്റ് ഇൻഷാല്ല ഞാൻ നാട്ടിലെത്തും. അതിനുശേഷം ഓരോ അപ്ഡേറ്റും ഞാൻ അറിയിക്കുന്നതാണ്. പേഴ്സണൽ വ്ളോഗൊക്കെ ഒരുപാട് പേര് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാല്ല പേഴ്സണൽ വ്ളോഗൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ ഇൻഷാല്ല. സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം നോമ്പ് പിടിക്കുക. ഇന്ന് ഭയങ്കര ചൂടാണ്. ഈ ചൂടിൽ ചിലപ്പോൾ ഗർഭിണികൾ നോമ്പെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ചൂടിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാഠിന്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നോമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം എന്നില്ല. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. സോ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. നമുക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പം ഞാനായാലും ഈ ബയോട്ടിൻ പൗഡറിനെ കുറിച്ച് നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ ഡോക്ടറുമായിട്ട് ഒരുപാട് കൺസൾട്ട് ചെയ്ത്, പുറമെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത്, എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്, അവളുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരുപാട് ആളുകളായിട്ടുള്ള ഡിസ്കഷനും ഒരുപാട് ആളുകൾ പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ടാണ് ഞാനായാലും ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇഷ്ടപ്രകാരം എൻ്റെ ഒരു മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ചെയ്യുന്നതല്ല. സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ബയോട്ടിൻ ഓർഡർ